നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിസ കിട്ടി യുഎസിൽ ചെന്നാൽ നിയമം ലംഘിക്കരുതെന്ന് ഡൽഹിയിലെ എംബസിയുടെ താക്കീത് വീണ്ടും. ഫോമ നാഷണൽ കൺവെൻഷൻ കിക്ക് ഓഫും ബിസിനസ് മീറ്റും നവംബർ 2-ന്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള നേതൃത്വ പരിശീലനം ടാബയിലെ സെന്റ് ജോസഫ് സീറോ മലബാർ പള്ളിയിൽ സമാപിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ ഷിക്കാഗോ പ്രൊവിൻസ് ഓണം ആഘോഷിച്ചു. ഒർലൻഡോ സെന്റ് എഫ്രേമിൽ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന നടത്തപ്പെടുന്നു. വാർത്തകൾ വിശദമായി. യുഎസിലേക്ക് വിസ കിട്ടിപ്പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ നിയമം ലംഘിച്ചാൽ കടുത്ത ശിക്ഷ നേരിടുമെന്ന് ന്യൂഡൽഹിയിലെ അമേരിക്കൻ എംബസി ശനിയാഴ്ച വീണ്ടും താക്കീത് നൽകി. വിസ റദ്ദാക്കുക, നാടുകടത്തുക, ഭാവിയിൽ വിസ നിഷേധിക്കുക എന്നിവ ഉൾപ്പെടെ നടപടികളുണ്ടാവാം. നിയമം പാലിക്കുക, നിങ്ങളുടെ യാത്ര അപകടത്തിലാക്കരുത്. എക്സിൽ പോസ്റ്റ് ചെയ്ത അറിയിപ്പിൽ എംബസി പറഞ്ഞു. യുഎസ് വിസ പ്രത്യേക ആനുകൂല്യമാണ്, അവകാശമല്ല. വിസയുടെ കാലാവധി കഴിഞ്ഞ് യുഎസിൽ തുടർന്നാൽ നാടുകടത്തുകയും തിരിച്ച് യുഎസിൽ പ്രവേശിക്കുന്നത് നിരോധിക്കുകയും ചെയ്യുമെന്ന് എംബസി ഏതാനും ദിവസം മുൻപ് താക്കീത് നൽകിയിരുന്നു. മറ്റൊരാൾ ചെന്ന് പാസ്പോർട്ട് വാങ്ങുന്നത് യുഎസ് എംബസി നിരോധിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1-ന് നടപ്പിൽ വന്ന ഉത്തരവനുസരിച്ച് നേരിട്ട് ചെന്ന് വാങ്ങണം. അല്ലെങ്കിൽ 1200 രൂപ അടച്ചാൽ പാസ്പോർട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇതിൽ ഒഴിവ് നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കളിൽ ഒരാൾക്ക് വാങ്ങാം. അതിന് അവരിൽ ഒരാൾ ഒപ്പിട്ട കത്ത് നേരിട്ട് നൽകണം. മാത്രമല്ല, US-Travel-Docs.com വെബ്സൈറ്റിൽ കയറി ഡെലിവറി സെറ്റിംഗ്സ് തിരുത്തുകയും വേണം. സെപ്റ്റംബർ 2-ന് നിലവിൽ വരുന്ന ചട്ടങ്ങൾ അനുസരിച്ച് വിസ ഇന്റർവ്യൂവിൽ നിന്ന് ഒഴിവില്ല. എംബസിയിലോ കൗൺസിലേറ്റിലോ ഇന്റർവ്യൂവിന് ചെല്ലണം. HLF-M, JEO വിഭാഗങ്ങളിൽപ്പെട്ട അപേക്ഷകർക്കും ഇത് ബാധകമാണ്. 79 വയസ്സ് കഴിഞ്ഞവർക്കും 14-ന് താഴെയുള്ളവർക്കും ഇനി ഇന്റർവ്യൂവിനെത്തണം. ഒഴിവുള്ള വിസ കാറ്റഗറികൾ ടെക്ട്രോ E1, G1 മുതൽ G4 വരെ, NATO 1 മുതൽ NATO 6 വരെ, A1, A2, ചില C3 വിസകൾ. വിസ ഫീ 365 ദിവസത്തേക്ക് തന്നെ. അപ്പോയിൻമെൻറ്റിന് ഔദ്യോഗിക പോർട്ടലിൽ മാറ്റമില്ല. അപേക്ഷയ്ക്ക് ആവശ്യമുള്ള രേഖകളിലും മാറ്റമില്ല. ന്യൂസ് ഡെസ്ക് eMalayali. ഫോമ സെൻട്രൽ റീജിയന്റെ ആഭിമുഖ്യത്തിൽ നാഷണൽ കൺവെൻഷൻ കിക്ക് ഓഫും ബിസിനസ് മീറ്റും സംയുക്തമായി വരുന്ന നവംബർ 2 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് മോർട്ടൺ ഗ്രോവിലുള്ള സെന്റ് മേരീസ് ക്നാനായ ചർച്ച് ഹാളിൽ വെച്ച് നടക്കുന്നതാണ്. ഫോമ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, നാഷണൽ ലീഡേഴ്സ്, ഷിക്കാഗോയിലെയും അമേരിക്കയിലെയും വിവിധ സംസ്ഥാനങ്ങളിലെയും ബിസിനസ് ലീഡേഴ്സ് എന്നിവർ ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്നതാണ്. പ്രസ്തുത മീറ്റിംഗിന്റെ സുഗമമായ നടത്തിപ്പിനായി സെൻട്രൽ റീജിയൻ RVP ജോൺസൺ കണ്ണൂക്കാടൻ, ബിസിനസ് മീറ്റ് ചെയർമാൻ ജോസ് മണക്കാട്ട്, റീജിയണൽ സെക്രട്ടറി അച്ഛൻ കുഞ്ഞു മാത്യു എന്നിവർ നേതൃത്വം നൽകുന്ന കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. തുടക്കക്കാരും പരിചയസമ്പന്നരുമായ എല്ലാ അമേരിക്കൻ മലയാളി ബിസിനസ് സംരംഭകർക്കും വേണ്ടിയാണ് ഈ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ അറിയിച്ചു. സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാം തുടങ്ങി നിരവധി വിഷയങ്ങൾ ഈ മീറ്റിൽ ചർച്ച ചെയ്യും. ബിസിനസ് രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള വിദഗ്ധർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. മാറുന്ന ലോകത്തിൽ ബിസിനസ്സിനെക്കുറിച്ചുള്ള ധാരണകൾ, സമീപനം, പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ് ട്രെൻഡുകൾ എന്നീ വിഷയങ്ങൾ ബിസിനസ് മീറ്റിൽ ചർച്ച ചെയ്യും. പുതിയ സംരംഭകർക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. ഈ ബിസിനസ് മീറ്റിനോടൊപ്പം തന്നെ നാഷണൽ കൺവെൻഷന്റെ കിക്ക് ഓഫും നടക്കുന്നതാണ്. ഈ പരിപാടിയിലേക്ക് ഫോമ റീജിയൻ മെമ്പേഴ്സ് ഉൾപ്പെടെ എല്ലാ മലയാളി സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബിസിനസ് മീറ്റിനെ തുടർന്ന് ഡിന്നറും അതിനുശേഷം നാഷണൽ കൺവെൻഷൻ കിക്ക് ഓഫ് മീറ്റിംഗും നടക്കും. തുടർന്ന് നടക്കുന്ന കലാസന്ധ്യയിൽ നിരവധി പ്രതിഭകൾ പങ്കെടുക്കുന്ന കലാവിരുന്ന് അരങ്ങേറും. ഫോമ നാഷണൽ കൺവെൻഷനിലേക്ക് സെൻട്രൽ റീജിയണിൽ നിന്നും പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുന്നതിനും ബിസിനസ് മീറ്റും കിക്ക് ഓഫ് മീറ്റിംഗും വിജയകരമായി നടത്തുന്നതിനുമായി വിപുലമായ കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റി അംഗങ്ങൾ: ഫോമ നാഷണൽ ബിസിനസ് മീറ്റ് ചെയർമാൻ ബേബി ഒരാളിൽ, ഫോമ നാഷണൽ ബിസിനസ് മീറ്റ് കോർഡിനേറ്റർ ഓജസ് ജോൺ, ഫോമ നാഷണൽ എക്സിക്യൂട്ടീവ്സ്, ഫോമ നാഷണൽ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, ഫോമ നാഷണൽ സെക്രട്ടറി ബൈജു വർഗീസ്, ഫോമ നാഷണൽ ട്രഷറർ സിജിൽ പാലക്കരോടി, ഫോമ നാഷണൽ വൈസ് പ്രസിഡന്റ് ഷാലോ പുന്നൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ പി ജോസ്, ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ, നാഷണൽ കൺവെൻഷൻ ചെയർമാൻ മാത്യു മുണ്ടക്കൽ, കേരള കൺവെൻഷൻ ചെയർമാൻ പീറ്റർ കുളങ്ങര, റീജിയണൽ ബിസിനസ് മീറ്റ് ആൻഡ്രൂ പി തോമസ്, സ്റ്റീഫൻ കിഴക്കേക്കുറ്റ്, ജോൺ പാട്ടപതി, പ്രമോദ് സക്കറിയ, ജോസ് ചാമക്കാല, ജോണി വടക്കുംചേരി, ടോം സണ്ണി. റീജിയണൽ എക്സിക്യൂട്ടീവ്സ്: ജോൺസൺ കണ്ണൂക്കാടൻ RVP, നാഷണൽ കമ്മിറ്റി മെമ്പർ ജോർജ് മാത്യു, നാഷണൽ കമ്മിറ്റി മെമ്പർ ജോസി കുരിശുങ്കൽ, നാഷണൽ വിമൻസ് റെപ്രസെൻറ്റേറ്റീവ് ആശ മാത്യു, ഫോമ നാഷണൽ ജുഡീഷ്യൽ ചെയർ ബെന്നി വാച്ചാച്ചിറ,
ചെയർമാൻ ആൻഡോ കവലക്കൽ, സെക്രട്ടറി അച്ഛൻ കുഞ്ഞു മാത്യു, ട്രഷറർ രാജൻ തലവടി, വിമൻസ് ചെയർപേഴ്സൺ ഡോക്ടർ റോസ് വടകര, റീജിയണൽ കോർഡിനേറ്റർ സാബു കട്ടപ്പുറം. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ അവതരിപ്പിച്ച ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന പരിശീലന പരിപാടി 2025 ജൂലൈ 28 മുതൽ ആഗസ്റ്റ് 2 വരെ ഫ്ലോറിഡയിലെ ടാമ്പയിലെ സെന്റ് ജോസഫ് സീറോ മലബാർ കത്തോലിക്ക പള്ളിയിൽ സംഘടിപ്പിച്ചു. പാസ്റ്റർ ഫാദർ ജിമ്മി ജെയിംസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും പള്ളി സൗകര്യങ്ങൾ യുവാക്കൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. ബ്രാൻഡൻ ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ എഡ്യൂക്കേഷൻ വൈസ് പ്രസിഡന്റ് മിസ് എസ്ലിൻ ലിയോൺ 16 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. ന്യൂയോർക്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയായ ഓണറബിൾ റോക്ക്ലൻഡ് കൗണ്ടി ലെജിസ്ലേച്ചർ ഡോക്ടർ ആനി പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിശീലനത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ഫാദർ ജിമ്മി ജെയിംസും സംസാരിച്ചു. ഈ പരിശീലനം ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന്റെ വിപുലീകരണമായാണ് ഒരുക്കിയത്. ഓരോരുത്തരുടെയും വ്യക്തിഗത ആശയവിനിമയ ശൈലികൾ തിരിച്ചറിയുക, ശ്രദ്ധാപൂർവം കേൾക്കുകയും ഫലപ്രദമായി പ്രതികരിക്കുകയും ചെയ്യുക, സാമൂഹിക ഇടപെടലുകളിൽ വികാരങ്ങളെ നിയന്ത്രിക്കുക, വിവിധ സാമൂഹിക സാഹചര്യങ്ങളിലെ പ്രയാസകരമായ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നീ വിഷയങ്ങളിൽ പരിശീലനം നൽകി. ഒരാളുടെ ആശയം മറ്റൊരാൾ ആദരവോടെ കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുമ്പോൾ മാത്രമേ ആശയവിനിമയം യാഥാർത്ഥ്യത്തിൽ അർത്ഥവത്താകൂ. പരിശീലനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാനും വിജയകരമാക്കുവാനും പരിശീലനം നൽകി. വിഷയം, പ്രശ്നം, വിഷയാവസ്ഥ എന്നിവ കേന്ദ്രീകരിച്ചാണ് വാദം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും ഒരാളുടെ വാദത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വ്യക്തിപരമായ ആരെയും അപമാനിക്കരുതെന്നും അവർ പഠിച്ചു. പരിശീലനത്തിന്റെ അവസാന ദിവസത്തിൽ നടന്ന ആവേശഭരിതമായ ഡിബേറ്റിൽ വിഷയത്തെ അനുകൂലിച്ചും എതിർത്തും നിരൂപണാത്മകമായ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാനും എതിർ ടീമിന്റെ ശക്തമായ വാദങ്ങളെ അംഗീകരിക്കാനും അവരുടെ വാദത്തിലെ തെറ്റുകൾ സൂചിപ്പിക്കാനും വിദ്യാർത്ഥികൾ കഴിവ് തെളിയിച്ചു. പരിപാടിയുടെ മറ്റൊരു ഹൈലൈറ്റ് ബ്രാൻഡൻ FLലെ ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ മിസ്റ്റർ ഡെറിക് ലോട്ട് തൻ്റെ മേഖലാ മത്സരത്തിലെ വിജയിച്ച പ്രസംഗം അവതരിപ്പിച്ചതായിരുന്നു. ലോക പ്രസംഗ ചാമ്പ്യൻഷിപ്പിലെ സെമി ഫൈനലിൽ യോഗ്യത നേടിക്കൊണ്ടാണ് അദ്ദേഹം എത്തിയത്. വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും നൽകി. വിജയസാധ്യത വർദ്ധിപ്പിക്കാൻ ചെറിയ മെച്ചപ്പെടുത്തലുകൾ നിർദ്ദേശിച്ചു. പരിശീലനകാലത്ത് വിദ്യാർത്ഥികൾ വിവിധ നേതൃത്വ ചുമതലകൾ ഏറ്റെടുത്തു. ഒരു ടീമിനെ നയിക്കാനും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ സൃഷ്ടിപരമായ പങ്കാളികളാകുവാനും കഴിയുമെന്ന് തെളിയിച്ചു. അവർക്കിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും ശബ്ദം നിയന്ത്രിച്ച് സംസാരിക്കാനും വ്യക്തിത്വം മുഴുവൻ അവതരിപ്പിക്കാനും കഴിഞ്ഞു. കൂടാതെ സംസാരിക്കുന്നവൻ്റെ പശ്ചാത്തലം, ശരീരഭാഷ, ശബ്ദസ്വരം, മുഖഭാവങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി സംസാരത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അവർക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഈ പരിശീലനം മിസ്റ്റർ തോമസ് തോട്ടുകടവിലും മിസ് മരിയ തോട്ടുകടവിലും ചേർന്ന് ഏകോപിപ്പിച്ചു. യുവാക്കൾക്കായി നേതൃത്വ പരിശീലന പരിപാടികൾ വിജയകരമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് സംഘാടകർ വീണ്ടും തെളിയിച്ചു. ബ്രാൻഡൻ ടോസ്റ്റ് മാസ്റ്റേഴ്സിലെ മിസ്റ്റർ റൗൾ മെറിൻ, സിസ്റ്റർ ഡോക്ടർ ഫിലോ ജോസ്, ഡോക്ടർ ബാബു ജോസഫ്, ഡോക്ടർ ബാബു മണി എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പരിശീലനത്തിന് സംഭാവന നൽകി. മിസ് എസ്ലിൻ ലിയോണിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ പുരോഗതി വിലയിരുത്തുകയും ഫീഡ്ബാക്ക് നൽകുകയും വിജയകരമായ വ്യക്തി ആശയവിനിമയത്തിന് ആവശ്യമായ കഴിവുകളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തുകയും ചെയ്തു. പഠനം പൂർത്തിയാക്കിയ 16 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. ഇനി അവർ പ്രായപൂർത്തിയിലേക്ക് കടക്കുമ്പോൾ സ്കൂൾ, ഉന്നത വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ മേഖല എന്നിവിടങ്ങളിലുടനീളം ഉപകാരപ്പെടുന്ന ഒരു വിലപ്പെട്ട കഴിവ് കൈവശമാക്കിയെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ലോക മലയാളികളുടെ ഏറ്റവും വലിയ ആഗോള ശൃംഖലയിലെ അംഗമായ വേൾഡ് മലയാളി കൗൺസിൽ ഷിക്കാഗോ പ്രൊവിൻസ് ഈ വർഷത്തെ ഓണം ആഗസ്റ്റ് 28-ന് നോർത്ത് ബറോക്കിൽ വെച്ച് നടത്തി. തദവസരത്തിൽ ഷിക്കാഗോ പ്രൊവിൻസ് അംഗം കൂടിയായ ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ അടുത്ത ടേമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ജോസ് മണക്കാട്ടിന് സ്വീകരണവും നൽകി. പാരമ്പര്യപരമായ ഇലയിൽ വിളമ്പിയ ഓണസദ്യയ്ക്ക് ശേഷം നടത്തിയ സമ്മേളനത്തിൽ പ്രൊവിൻസ് പ്രസിഡന്റ് ബെഞ്ചമിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. പ്രൊവിൻസ് യൂത്ത് ഫോറം പ്രസിഡന്റ് അലോണ ജോർജിന്റെ പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ച മീറ്റിംഗിലേക്ക് പ്രൊവിൻസ് ചെയർമാൻ മാത്തുക്കുട്ടി ആലുംപറമ്പിൽ ഏവരെയും സ്വാഗതം ചെയ്തു. തുടർന്ന് നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ ബെഞ്ചമിൻ തോമസ് ഏവർക്കും ഓണത്തിന്റെ നന്മകളും ആശംസകളും നേരുകയും ജോസ് മണക്കാട്ടിനും ടീമിനും എല്ലാ വിജയങ്ങളും നേരുകയും ചെയ്തു. തിരുവല്ല മാർത്തോമ കോളേജ് മുൻ അധ്യാപകനും പ്രൊവിൻസിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനുമായ പ്രൊഫസർ തമ്പി മാത്യു മുഖ്യ ഓണസന്ദേശം നൽകി.
ആമോദത്തോടെ വസിക്കണമെങ്കിൽ ഐക്യവും സമാധാനവും പരസ്പര സ്നേഹവും അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാത്യൂസ് എബ്രഹാം, മുൻ പ്രൊവിൻസ് ചെയർമാൻ, അഡ്വൈസറി ബോർഡ് മെമ്പർ ഫിലിപ്പ് പുത്തൻപുരയിൽ, വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, ഫൊക്കാന വൈസ് പ്രസിഡന്റ് എന്നിവർ തങ്ങളുടെ ചെറുപ്പകാലത്തെ ഓണാഘോഷങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയും ജോസ് മണക്കാട്ടിന് വിജയാശംസകൾ നേരുകയും ചെയ്തു. തുടർന്ന് നടത്തിയ മറുപടി പ്രസംഗത്തിൽ ജോസ് മണക്കാട്ട് ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയും ഷിക്കാഗോ പ്രൊവിൻസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. പ്രൊവിൻസ് സെക്രട്ടറി തോമസ് ഡി ക്രൂസ് മീറ്റിംഗിൽ സംബന്ധിച്ച ഏവർക്കും നന്ദി രേഖപ്പെടുത്തി. പ്രൊവിൻസ് വൈസ് ചെയർപേഴ്സൺ ബീന ജോർജ് MC ആയി പ്രവർത്തിച്ചു. ഷിക്കാഗോ പ്രൊവിൻസിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2017 ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ട് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പ്രധാനമായി കേരളത്തിലെ നിർധനരായ 11 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യമാണ് ഞങ്ങൾക്കുള്ളത്. അതിന് സഹായ സഹകരണങ്ങൾ നൽകിയ ഏവർക്കും നന്ദി അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. വിശുദ്ധ ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള 8 നോമ്പ് പെരുന്നാളും വിശുദ്ധ കുർബാനയും ഒർലൻഡോ സെന്റ് എഫ്രൈം യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ ജാക്സൺവിൽ മദർ ഓഫ് ഗോഡ് ഓഫ് സൂനോറോ സിറിയക് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് സെപ്റ്റംബർ 6 ശനിയാഴ്ച നടത്തപ്പെടുന്നു. പരിശുദ്ധ സുറിയാനി സഭയിൽ ജനനപ്പെരുന്നാൾ ആഘോഷിക്കാൻ അപൂർവ ഭാഗ്യം ലഭിച്ച ശുദ്ധിമതിയായ ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് മലങ്കരയിൽ പ്രാദേശികമായി പ്രചാരത്തിലിരിക്കുന്ന 8 നോമ്പ് പെരുന്നാളും വിശുദ്ധ കുർബാനയും സുറിയാനി സഭയ്ക്ക് ലഭിച്ച അമൂല്യ തിരുശേഷിപ്പായ പരിശുദ്ധ ദൈവമാതാവിന്റെ ഇടക്കെട്ടിന്റെ അംശം സ്ഥാപിതമായിരിക്കുന്ന ജാക്സൺവിൽ മദർ ഓഫ് ഗോഡ് ഓഫ് സൂറോനോ സിറിയക് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് സെപ്റ്റംബർ 6 ശനിയാഴ്ച രാവിലെ 9:30 നടത്തപ്പെടുന്നു. വിശുദ്ധ കുർബാനയെ തുടർന്ന് വിശുദ്ധ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന, ധൂപപ്രാർത്ഥന, കൈമുത്ത്, നേർച്ച വിളമ്പ് എന്നിവ ഉണ്ടായിരിക്കും. വിശുദ്ധ കുർബാനയ്ക്കും പെരുന്നാൾ ശുശ്രൂഷകൾക്കും റവറൻഡ് ഫാദർ ടോംസൺ ചാക്കോ നേതൃത്വം നൽകുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വികാരി റവറൻഡ് ഫാദർ ബെന്നി ജോർജ്, റവറൻഡ് ഫാദർ ടോംസൺ ചാക്കോ, സെക്രട്ടറി ടിജോ മാത്യു, ട്രസ്റ്റി ഷാജി ജോൺ എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.